നമസ്കാരം. റമദാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുസ്ലിങ്ങൾക്ക് ജെറുസലേമിലെ അൽ അക്സ പള്ളിയിൽ പ്രവേശിക്കാൻ ഇസ്രായേൽ അനുമതി നൽകിയതായി തന്നെ റിപ്പോർട്ടുണ്ട്. വെള്ളിയാഴ്ച പരിമിതമായ എണ്ണം ഇസ്ലാം വിശ്വാസികളെ പള്ളിയിൽ പ്രവേശിപ്പിക്കുമെന്ന് ഇസ്രായേൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. വിശ്വാസികളുടെ എണ്ണം വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്കായി എത്തുന്ന വിശ്വാസികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഇസ്രായേലിന്റെ ഉത്തരവാദിത്തങ്ങളുടെ ലംഘനമാണെന്ന് ഫലസ്തീൻ പ്രതികരിച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണ് പ്രവേശനം ലഭിക്കുക? 55 വയസ്സും അതിനു മുകളിലുള്ള പ്രായമുള്ള പുരുഷന്മാരും 50 വയസ്സിന് അതിനു മുകളിൽ പ്രായമുള്ള സ്ത്രീകളും 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കും എന്നിവർക്കുമാണ് അൽ അക്സയിൽ തന്നെ പ്രവേശനം ലഭിക്കുക. പള്ളിയിലേക്ക് എത്തുന്നവർ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. ഇസ്രായേലിലെ അറബ് വംശജർക്ക് നിയന്ത്രണങ്ങളാണൊന്നുമില്ലെന്ന് അധികൃതർ അറിയിച്ചു. വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്കാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നായിരുന്നു പുറത്തുവന്ന ഇസ്രായേൽ വാർത്തയിൽ പ്രസ്താവനയിലും പറയുന്നത്. അടുത്തിടെ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പള്ളി വളപ്പിലേക്ക് വിശ്വാസികളുടെ പ്രവേശനം ഇസ്രായേൽ നിയന്ത്രിച്ചിരുന്നു. അൽ അക്സ പള്ളിയിലെ കാര്യങ്ങൾ. ജെറുസലേമിലെ പഴയ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ജൂതന്മാർ ഹർഹ ബൈത്ത്, ടേബിൾ മൗണ്ട് എന്നീ വിളിക്കുന്നതും അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിങ്ങൾ അൽ ഹറാം, അൽ ഷരീഫ്, നോബൽ സാങ്ച്വറി എന്ന് വിശേഷിപ്പിക്കുന്നതും കുന്നിൻ മുകളിലാണ് എന്നും അൽ അക്സ സ്ഥിതി ചെയ്യുന്നത്. മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ഇസ്ലാം മതവിശ്വാസികൾ പുണ്യസ്ഥലമായി കാണുന്ന പ്രദേശമാണ് അൽ അക്സ. ഈ സമുച്ചയം അൽ അക്സ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ 2 ഇസ്ലാം മത പുണ്യസ്ഥലങ്ങളുണ്ട്. ഡോം ഓഫ് റോക്ക്, 8ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഖിബ്ലി മോസ്ക് എന്നും അറിയപ്പെടുന്ന കാര്യങ്ങൾ അൽ അക്സ പള്ളി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയത് ഇസ്രായേലിനെ സഹായിക്കാനെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബന്ദികളെ ഉടൻ കൈമാറണമെന്ന ട്രംപിന്റെ അന്ത്യശാസനം തള്ളിയിരിക്കുകയാണ് ഹമാസ്. ഗസ ബദൽ പദ്ധതി സംബന്ധിച്ച് US നേതൃത്വവുമായി ചർച്ച തുടരുമെന്ന് അറബ് ലീഗ് അറിയിച്ചു. ഉപരോധത്തിൽ അമർന്ന ഗസയിൽ ജനജീവിതം തന്നെ കൂടുതൽ ദുസ്സഹമായിരിക്കുകയാണ്. ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയത് ഇസ്രായേലിനെ സഹായിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഭീകര സംഘടനയായി വിലയിരുത്തുന്ന ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തിയതിന് ഇസ്രായേൽ എതിർപ്പ് വ്യക്തമാക്കിയതായി തന്നെ മാധ്യമ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. ഹമാസ് പിടിയിലുള്ള ബന്ദികളുടെ ജീവിതം ഏറെ ദുരിതപൂർണമാണെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ബന്ദികളെ ഉടൻ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നശിപ്പിക്കുമെന്നും ഗസയെ നരകമാക്കുമെന്നുള്ള US ട്രംപിന്റെ അന്ത്യശാസനം ഹമാസ് തള്ളി. സ്ഥിരമായ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായല്ലാതെ ബന്ദിമോചനം സാധ്യമാകില്ല എന്ന് ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് ഖനൂന പറഞ്ഞു. ഹമാസ് വഴങ്ങില്ലെങ്കിൽ ഇസ്രായേലിന് ആവശ്യമായ ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ഗസ വിടാനുള്ള അവസാന അവസരമാണെന്നും ട്രംപ് താക്കീത് ചെയ്തിരുന്നു. അധിനിവേശത്തിനെതിരായ പ്രതിരോധം എന്തു വില കൊടുത്തും തുടരുമെന്ന് ഹമാസും വ്യക്തമാക്കി.